ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇത്തവണ നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? നല്ല അടിപൊളി ക്യാരമൽ പാലട പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം പാലട എടുത്തിട്ടുണ്ട്. റൈസിൻ്റെ അടയാണ് എടുത്തത്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അട എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പാലിൻ്റെയും പഞ്ചസാരയുടെയും അളവൊക്കെ വ്യത്യാസം വരുത്താം. ഞാനിവിടെ പ്രത്യേകിച്ച് പഞ്ചസാരയുടെ അളവൊന്നും എടുത്തു പറയുന്നില്ല. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അട അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. 240 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര മാത്രമാണ് കാരമൽ ചെയ്യുന്നത്. അത് നമ്മുടെ പായസത്തിനൊരു പിങ്ക് കളർ അല്ലെങ്കിൽ പീച്ച് കളറാണ് ശരിക്കും വരുന്നത്. നമ്മൾ പിങ്ക് പാലട എന്നാണ് അതിന് പറയുന്നത്. പക്ഷേ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാരമൽ ചെയ്തെടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് കാരമലായി വന്നതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. 3.5 ലിറ്റർ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല അടിക്കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോവും. പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒരു കയ്പ്പ് രസമൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അട ഇങ്ങനെ വെള്ളം കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അപ്പം പോലെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒഴിച്ച ഉടനെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ചെയ്തപ്പം കുറച്ചൊന്ന് വെള്ളം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പാലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് റെഡിയായി കിട്ടും. ഇവിടെ ഞാൻ 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് പാലുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പാലിൻ്റെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ പാട കെട്ടി കിടക്കും. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പാല് നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, കുറച്ചൊന്ന് തിക്കാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് തിക്കാവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി അത് തിക്കായിട്ട് വരും, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏലക്കായ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാലട പായസം ഇതുപോലെ കാരമലൈസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.